ഹായ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി വെച്ചിട്ട് രാത്രി ബിരിയാണിയാണ്. ഞാൻ 1.5 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. ബിരിയാണി വെക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ഞാൻ ഇത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുന്നത്. പച്ചരി ആണെങ്കിൽ ഒരുപാട് വലിപ്പമുള്ള അരിയല്ല, ചെറിയ ചെറിയ അരിയാണ് കേട്ടോ ഇത്. ഞാനിതാ കുക്കിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു അലുമിനിയം വട്ട വെച്ചിട്ടുണ്ട്. അലുമിനിയം വട്ട ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഓയിൽ ചേർത്തു. അതിനുശേഷം ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒരു 4-5 സ്പൂണ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. വലിയ സ്പൂണാണ് കേട്ടോ. അതിൽ 4-5 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ പട്ട, കറാമ്പൂ, ഏലയ്ക്ക, കുറച്ച് കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ പട്ടൻ്റെ ഇല ഇതെല്ലാം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായതിനു ശേഷം വലിയുള്ളി ഇടുന്നുണ്ട് കേട്ടോ. ഒരു 8 വലിയുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അത് നന്നായി വതക്കി അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് മറ്റ് മസാലകളൊക്കെ ഇടുന്നത്. സവാളയൊക്കെ നന്നായി വെന്ത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. ഞാൻ ചേർത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി ഇത് 4ഉം നന്നായി ചതച്ചിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇത് തനി നമുക്ക് ചേർത്താം. ഞാൻ കുറച്ചായതുകൊണ്ട് എല്ലാം ഒന്നിച്ചിട്ടാണ് കേട്ടോ ചേർത്തുന്നത്. വലിയ പൂണ്ട് 2 എണ്ണവും, അതുപോലെ ഇഞ്ചി 2 പീസ്, ഒരു 4-5 ചെറിയുള്ളി, 3 പച്ചമുളകും ഇതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ മസാലയൊക്കെ ഇട്ട് നന്നായി ഇളക്കി ഇതിൽ നിന്ന് എണ്ണ തെളിയണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം കേട്ടോ. എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനൊരു 6 തക്കാളിയെ ചേർക്കുന്നത്. തൈര് ചേർക്കുന്നതുകൊണ്ട് തക്കാളി ഒരുപാട് ചേർക്കുന്നില്ല. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയും പുതിനയും ചേർക്കുന്നുണ്ട്. 2ഉം ഓരോ പിടിയാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് അത് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇനി അടുത്ത മസാലകൾ ഇടാം കേട്ടോ. ഞാൻ ഇനി ഇതിലേക്ക് മസാല ചേർക്കാൻ പോകും കേട്ടോ. മുളക് പൊടി 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ ഗരം മസാല 2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ. ഈ മസാലയിൽ പച്ചമണമൊക്കെ മാറി നന്നായി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തൈരും ചേർത്ത് നന്നായി ഇളക്കുന്നുണ്ട്. ഞാൻ അധികം പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത്. ഒരു 250 ഗ്രാമാണ് കേട്ടോ തൈര് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ ഇല്ലാതെ കേട്ടോ ബിരിയാണി വെക്കുന്നത്. നമ്മൾ ചിക്കൻ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് തൈര് ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ആ സമയത്താണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. നമ്മൾ സാധാരണ ബിരിയാണിക്ക് വെള്ളം എടുക്കാറില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ. ഒരു ബൗളിന് 1.5 ബൗൾ വെള്ളം ചേർക്കുക കേട്ടോ. അതേപോലെ തന്നെ പച്ചരിക്കും ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് പാകണമെന്ന് നോക്കി. ഉപ്പ് എപ്പോഴും ഒരു പൊടിക്ക് കൂടുതലായി നിൽക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പോഴേ റൈസൊക്കെ ഇടുമ്പോൾ ഉപ്പ് പാകമായി വരത്തുള്ളൂ. വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി അരി ചേർക്കണം കേട്ടോ. കഴുകി വാരി വെച്ച് അരി ചേർക്കുന്നുണ്ട്. അരിയൊക്കെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഇത് നന്നായി വെട്ടി തിളയ്ക്കുന്നവരെ വീണ്ടും വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വീണ്ടും മൂടി വയ്ക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം സുമാർ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് നെയ്യ്, ഒരു 2-3 സ്പൂൺ നെയ്യ് കൂടി മേലാകം തൂളിക്കൊടുത്ത് ഒന്നുകൂടി മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ ചേർക്കാത്ത നമ്മൾ രാവിലത്തെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട പിഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അച്ചാർ, പിന്നെ സാലഡ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കായച്ചാർ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.